ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഏത്തക്ക ചുട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? ഈ ഏത്തക്ക ഒന്ന് നമുക്ക് ഒരെണ്ണം ചുട്ട് ചമ്മന്തി അരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് തീക്കനലിൽ വെച്ച് ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. ഏത്തക്ക നമുക്ക് പച്ച ഏത്തക്കയാണ്. ഇത് നമ്മൾ തീക്കനലിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ. ഗ്യാസിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഏത്തക്ക മൊത്തമായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഈ ഏത്തക്ക ഒന്ന് ചുട്ടെടുത്തോട്ട് വരട്ടെ കേട്ടോ. ഞാനിത് ഏത്തക്ക ചുട്ടെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തീക്കനലിൽ ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസിൽ വെച്ച് ചുട്ടെടുത്തതിന് ശേഷം ഇത് നമുക്കിങ്ങനെ പൊളിച്ചെടുക്കണം. നന്നായിട്ട് വേകണം കേട്ടോ. നന്നായിട്ട് വെന്തത് വേണം കേട്ടോ. വെന്ത് നമ്മൾ ഇതേപോലെ ചുട്ടെടുത്തുകൊണ്ട് വരിക. ഇത് ഏത്തക്ക ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ. ഒന്ന് ഇതേലും വെച്ചൊന്ന് ചതച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുവാണ്. ചൂടായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് പൊടിച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വരുവേ. അങ്ങനെ ചതച്ചെടുക്കുക, ചതച്ച് എടുക്കുക. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണക്കമുളകും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ വേണം. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പും നമുക്ക് ചേർത്താൽ മാത്രം മതി കേട്ടോ. അടുപ്പേ വെച്ചിട്ട് ഞാനിത് ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ കൈ കൊണ്ട് പൊടിച്ചാലും മതി, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇടിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ എടുത്തത് നമ്മൾ ഇതേപോലെ ചീനിച്ചട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചേർക്കേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ചേർക്കേണ്ട. ഉള്ളിയും മുളകും ചതച്ചിട്ടത് മാത്രം മതി കേട്ടോ. തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ചേർക്കണമെന്നില്ല. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ഉള്ളിയും മുളകും ചതച്ച് തന്നെ ചേർക്കണം കേട്ടോ. 2-3 കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ കരിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടെ ചതച്ച് വെച്ചാൽ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് എടുക്കുക കേട്ടോ. ഉണക്കമുളക് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 10 ഉള്ളി, ഒരു 6 ഉണക്കമുളകും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് മുളക് ചേർക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പ് ചേർക്കുക. നമ്മൾ ഇതിന് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിന് ശേഷം ഇതും കൂടെ നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഏത്തക്ക നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങ ചേർത്താൽ മതി. അല്ലെങ്കിൽ തേങ്ങ ചേർക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആയാലും മതി. ഉള്ളിയും മുളകും കൂടെ ചതച്ചിട്ട് ഇതേപോലെ ആയാലും മതി. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ചേർക്കുവാണ്. കുറച്ച് തേങ്ങ മതി കേട്ടോ. ഒത്തിരി തേങ്ങയൊന്നും വേണ്ട. ഇച്ചിരി തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങ, ഒരു ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ തേങ്ങ ഇടുന്നത് വേണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇതെല്ലാം എരിവും എല്ലാം ഉണ്ടോയെന്ന് നോക്കുക. ഉപ്പും എരിവും എല്ലാം ഉണ്ടോയെന്ന് നോക്കുക. അതിന് ശേഷം ഇത് വാങ്ങി വയ്ക്കുക. ഇത് ഓഫ് ചെയ്യാം നമുക്ക്. കണ്ടോ, ഏത്തക്ക ചുട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത്തക്കയൊക്കെ ചുട്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ നല്ല രുചിയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടം പോലെ ചോറുണ്ണാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.